ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു കല്യാണമുണ്ട്. നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന താത്തയുടെ അനിയൻ്റെ കല്യാണമാണ്. അപ്പം അതിനുള്ള യാത്രയ്ക്കുള്ള പ്രകടനം. അപ്പം ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള ആൽവിനും അതുപോലെ തന്നെ തക്കടും ഉണ്ട്. അപ്പോൾ ഇവരെ പോകുന്ന വഴിക്ക് വേണം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ലേറ്റായി പോകാൻ നേരത്തെ എത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇച്ചിരി താമസിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ആൽവിനെ കിട്ടി. ആൽവിൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തിയായിരുന്നു. ആൽവിനും തക്കുടവും കൂടി ഉണ്ടെങ്കിൽ അവരെ ചവിട്ടി മേടിച്ച് പപ്പാറാക്കും. അപ്പോൾ അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആൽബിനൊക്കെ കൂട്ടി യാത്ര ചെയ്തു. അപ്പോഴത്തേക്കും അപ്പുറ സൈഡിൽ വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിച്ച് വെക്കണമെന്ന് തക്കുടനാണ്. തക്കുട അപ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാനും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള കണ്ടീഷൻ അവിടെ കയറി എന്തൊക്കെയോ ചിങ്ങന് കുറിക്കാനൊക്കെ മേടിച്ചിട്ടുണ്ട്. തക്കുട മാസ്ക് വെച്ചിട്ടുണ്ട്. കാരണം മുഖം കാണിക്കില്ല വീഡിയോ എടുക്കുമ്പോൾ എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ടേ വരത്തുള്ളൂ, ഒരു കാരണവശാലും മാസ്ക് അടിക്കില്ല പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് മാനന്തവാടി വള്ളിയൂർക്കാവ് റോഡാണിത്. വള്ളിയൂർക്കാവ് റോഡ് എത്തി അവിടുന്ന് മാനന്തവാടി ചെന്നിട്ട് വേണം പോകാൻ. മാനന്തവാടി ചെന്നിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങുവിന് മുല്ലപ്പൂ മേടിക്കണം. എന്ത് ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും ആൾക്ക് മുല്ലപ്പൂ വേണം. മുല്ലപ്പൂ ഇല്ല തോറ്റു പരിപാടിയില്ല. അത് അമ്മയ്ക്കാണെങ്കിലും മോക്കാണെങ്കിലും മുല്ലപ്പൂ എന്നത് പ്രധാനമാണ്. അപ്പോൾ ഇന്ന് അമ്മ മേടിക്കുന്നില്ല, മോക്ക് മാത്രമേ മേടിക്കുന്നുള്ളൂ. അപ്പോൾ മാനന്തവാടി ടൗൺ എത്താൻ കഴിഞ്ഞപ്പോൾ ചെറിയൊരു കുഞ്ഞ് ബ്ലോക്ക് വന്നു. ചെറിയൊരു ബ്ലോക്ക്, സാധനം ഹൈജീനിക് എടുത്തതിന് വരെ ചെറിയൊരു ബ്ലോക്ക് വന്നുകൊണ്ട് കുറച്ച് താമസിച്ചു. അങ്ങനെ അമ്മ മാനന്തവാടി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ചിങ്ങനുള്ള മുല്ലപ്പൂ മേടിക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ചേച്ചി മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ഒരു കാര്യം വിട്ടുപോയി, സ്ലൈഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനടിയായി. കാരണം സ്ലൈഡ് വേണമല്ലോ. അത് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും സ്ലൈഡ് കിട്ടത്തില്ല. പിന്നെ അടുത്ത ഷോപ്പിൽ കയറി സ്ലൈഡ് കാര്യങ്ങളൊക്കെ മേടിച്ച് പോന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയി തലപ്പ ടൗൺ എത്തി. കുറച്ച് ദൂരം കൂടെ പോകണം താത്തയുടെ വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഏകദേശം തലപ്പുഴയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് താത്തയുടെ വീട്ടിലോട്ട് ചെല്ലാൻ. അപ്പം അവിടെ ചെന്നപ്പം അങ്ങ് വീട് വരെ വണ്ടി പോകത്തില്ല. എന്താണെങ്കിലും വണ്ടി റോഡിൻ്റെ സൈഡിൽ നിർത്തി. ഒന്നും നോക്കിയില്ല, ചിങ്ങൊരു വേഗം മുല്ലപ്പൂ കുത്തി കൊടുത്തു. അല്ലെങ്കിൽ അവിടെ അടി നടക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാനുള്ള തയ്യാറെടുപ്പായി. ശാലും ചിങ്ങും കൂടെ അവിടെ എന്തോ വർത്താനം പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞാനും തക്കുടും നന്ദും കൂടെ പതുക്കെ നടക്കാൻ തുടങ്ങി. പിന്നെ അവർ അതിൻ്റെ ഇടയ്ക്ക് പേരയ്ക്ക് പറിക്കും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ പേരയ്ക്കും കാര്യങ്ങളൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോൾ ചിങ്ങൊന്ന് പുറകിലെ. പിന്നെ അവരുടെ കൂടെ ഓടി നടന്നു. അപ്പോൾ തക്കുട് അവിടെ ഒരു പേരയ്ക്ക് ഉണ്ടായിരുന്നു. അത് പച്ചയായിരുന്നു, അത് കൊടുത്തു. ചിങ്ങ ഒരു കടിയും കൊടുത്തിട്ട് ഒരു ഏറ് കൊടുത്തു പേരയ്ക്ക് കൊള്ളവൻ. അങ്ങനെ താത്തൻ്റെ ഇതാണ് നമ്മുടെ താത്ത കേട്ടോ. അപ്പോൾ താത്തൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് വേഗം വെള്ളമൊക്കെ കുടിച്ച് താത്തയ്ക്ക് പോകാൻ ഇച്ചിരി ധൃതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷേ അതിലൊരു കാര്യമുണ്ട് കേട്ടോ, തക്കുട് ആ സമയത്ത് മാസ്ക് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അവൻ മാസ്ക് മാറ്റില്ല എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ചിങ്ങു അവിടെ നിന്ന് എന്ത് ചെന്നാലും മൈലാഞ്ചി ഇടുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു കുട്ടീനെ എടുത്ത് പോയി മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോകാൻ റെഡി. താത്തയ്ക്ക് സമയമില്ലായിരുന്നു. അപ്പോഴത്തേക്കും നന്ദു എന്തൊക്കെയോ പറിച്ച് വേഗം തന്നെ വണ്ടി കയറി കേട്ടോ. അങ്ങനെ ചിങ്ങു ആവശ്യമായി ബിരിയാണി കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് മാനന്തവാടി വന്നു. നേരെ CNG അടിക്കുന്നായിരുന്നു. വണ്ടിയിൽ വേഗം CNG അടിച്ചു. അവിടെ നിന്ന് കയറി നേരെ വന്നപ്പോൾ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പം ഐസ്ക്രീം മേടിക്കാൻ കയറിയപ്പം തക്കുടെ ഒരു എക്സ്പയർ നോക്കിയിരുന്നു. പിന്നെ ചിങ്ങു ഏത് ഐസ്ക്രീം കിട്ടിയാലും എല്ലാവരും ഐസ്ക്രീം ഒന്ന് തോന്നണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീം കാര്യങ്ങളെല്ലാം കഴിച്ച് നേരെ വീട്ടിലോട്ട് യാത്ര.